കഴിഞ്ഞ ദിവസം നടന്ന എസ്പാനിയോൾ വേഴ്സസ് റിയൽ ബേറ്റിസ് മത്സരം 2-1 എന്ന സ്കോർ ലൈനിലാണ് റിയൽ ബേറ്റിസ് എസ്പാനിയോളിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആ മാച്ചിന്റെ ഒരു കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ 28ാമത്തെ മിനിറ്റിൽ എസ്പാനിയോൾ അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ ലീഡ് എടുത്തതാണ്. എന്നിട്ട് 85ാം മിനിറ്റ് വരെയും വിജയം അവരോടൊപ്പമായിരുന്നു. റിയൽ 20 ഷൂട്ട് ചെയ്തിട്ട് 10 ഓൺ ടാർജറ്റുകൾ ചെയ്തു. അതേപോലെ 63 ബോൾ പൊസിഷൻസ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ നേരെ പകുതിയാണ് എസ്പാനിയോളിനുണ്ടായിരുന്നത്. 85ാമത്തെ മിനിറ്റിൽ അവരെ മുഴുവൻ ആ ഗാലറി മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ടാണ് 85ാമത്തെ മിനിറ്റിൽ റിയൽ ബേറ്റിസ് ഈക്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടൈ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ഥലത്ത് അവിടെയാണ് ഒരു ഹീറോ അവതരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ റിയൽ ബേറ്റിസിന്റെ ഹീറോ ആരാണ്? ആന്റണിയാണ്. കാരണം അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആന്റണി, അവരുടെ ഹീറോ, അവരുടെ കപ്പിത്താൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആന്റണി എന്ന് വേണമെങ്കിൽ പറയാം. ആന്റണി വരുന്നു 91ാമത്തെ മിനിറ്റ്, 90+1, 91ാമത്തെ മിനിറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ, വിജയ ഗോൾ. അതായത് എന്ത് പറയുന്ന ഈ ഒരു ബ്രസീലുകാരന്റെ കാലിൽ നിന്ന് വരേണ്ട സാധനം അത് റോഡ്രിഗോയും അതേപോലെ വിനീഷ്യസ് ഒക്കെ ഒന്ന് കണ്ട് പഠിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഒരു ടീമിനെ എങ്ങനെ നയിക്കണം, ഒരു ടീമിനെ എങ്ങനെ തോളിലേറ്റി കൊണ്ടുപോകണമെന്ന് വേണമെങ്കിൽ ആന്റണി പറഞ്ഞു തരും. എവിടെ നമ്മൾ ബ്രസീലിന്റെ സ്കോഡിലേക്ക് ചെല്ലുന്ന സമയത്തെ അതൊരു ഫ്രീ ടൈം ആയി കിട്ടി കഴിഞ്ഞാൽ പോയി ചോദിക്കുക, എങ്ങനെയാ മച്ചാനെ, എങ്ങനെയാ പരിപാടി, ചിലപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞു തന്നിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അത് ടീമിന് കുറച്ച് ഗുണം ചെയ്യും നിങ്ങൾക്കും.